എന്താ സർ? മോളെ സർ. അല്ല ഉറങ്ങിയായിരുന്ന? പിന്നല്ലാതെ ഈ നേരത്തെ വേറെന്ത് ചെയ്യാനാ? തനിക്ക് കിടന്നുറങ്ങാം, സുഖമായിട്ട് കിടന്നുറങ്ങാം. പക്ഷെ ഞാൻ ഉറങ്ങിയോന്ന് താൻ ചോദിച്ചോ? ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചോ? സാറിന്റെ വീട്ടിലല്ലേ? ആ വീട്ടില് ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് തനിക്ക് നന്നായിട്ട് അറിയാലോ. എല്ലാവരും കൂടെ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയല്ലേ? അല്ലല്ലോ. അച്ഛാ, ഇയാളുണ്ടല്ലോ, ഇയാൾ അവിടെ ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ കുടിച്ചാലും ഇല്ലെങ്കിലും ബെഡ് കണ്ടു കഴിഞ്ഞാൽ ബോധം കെട്ട് ഉറങ്ങലാണ് പതിവ്. പക്ഷേ കുടിക്കുമ്പോ ഇയാൾ മുന്നിൽ നിന്ന് സൂര്യ സാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മുത്തശ്ശി, ഞാൻ ചെയ്തത് തെറ്റാ. മനോജിന്റെ കയ്യിൽ പണം കൊടുത്തത് തെറ്റ്. മനോജ് ഇവിടെ കൊണ്ടുവന്ന് പണം തന്നതും തെറ്റ്. പക്ഷേ ഞാൻ ആരെയും ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇയാൾ കിടന്ന് വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഒന്ന് പൊറുക്കാലോ, എന്നിട്ട് എന്റെ കൂടെ വരാമല്ലോ. ആ പണം പത്മ മാഡത്തിന് കൊടുക്കാതെ ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ സർ? പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഇത് ചോദിക്കുന്നേ? നന്ദിനി, തന്റെ വാശികൾ ജയിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ അമ്മയുണ്ടല്ലോ, പത്മ മാഡം, അവരുടെ മുമ്പിൽ താൻ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നതും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. ശരി, താൻ അങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഞാനും അങ്ങോട്ട് പോകുന്നില്ല. അത് ശരിയാവില്ല സർ. കുടുംബം തകർത്തു എന്ന പേര് ഇനി എനിക്ക് കേൾക്കാൻ പറ്റില്ല. തിരിച്ചു പോവൂ. നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നില്ലേ? നിങ്ങളുടെ ചേച്ചി പറയുന്നത് ഇത് ശരിയാണ് പറയുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഏട്ടാ, അത് സാർ തിരിച്ചു പോണം. ഇതിനകത്ത് കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാറിന്റെ ഈ വരവിന് പോലും എന്തൊക്കെ കഥകൾ ഉണ്ടാക്കുന്ന പറയാൻ പറ്റില്ല സർ. മോള് പറയുന്നത് കേൾക്ക് സാറേ. സാറിന്റെ നന്മയെ കരുതിയല്ലാതെ അവളൊന്നും പറയില്ല. ഞാൻ ഉറങ്ങില്ല നന്ദിനി, ഞാൻ ഇതിനകത്ത് എവിടെയെങ്കിലും കിടന്നോളാം. ഇത് ഞാൻ സമ്മതിക്കില്ല സർ. താൻ എന്നെ കിടത്തില്ല അല്ലേ? വേണ്ട, കിടത്തണ്ട, താൻ എന്നെ കിടത്തണ്ട. ഞാനേ എവിടെ കിടന്നോളാം, എന്നിട്ട് എവിടെ കിടന്നുറങ്ങിക്കൊള്ളാം. അയ്യോ സാറേ, സാറെന്തേ കാണിക്കുന്നേ? നിങ്ങളൊക്കെ പോയി കിടന്നോന്നേ, അച്ഛനും പിള്ളേരും ഒക്കെ പോയി കിടന്നോ. നിങ്ങൾ വാതിലടച്ചോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇവിടെ ഒരു സ്വസ്ഥതയില്ലാതെ ആ മുറി പോയി കിടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ നേരം വെളുക്കുന്നവരെ ഇവിടെ ഈ ഇരിപ്പിരിക്കുന്നത്. എന്തിനാ സാർ ഈ വാശി കാണിക്കുന്നത്? സാറൊന്ന് എഴുന്നേറ്റ് പോവോ? തനിക്ക് വാശിയില്ലേ? എനിക്കും വാശിയാ. എന്ന് ഞാൻ ഇവിടെ ഇരിക്കൂ, എന്നിട്ട് ഞാൻ ഇവിടെ കിടക്കൂ. നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? അങ്ങനെ വാശി കൊള്ളില്ലല്ലോ. നിങ്ങൾ എല്ലാവരും ചെല്ല്, പൊയ്ക്കോ. ടാറ്റാ ടാറ്റാ ടാറ്റാ. താൻ പോയി കിടന്നോ. സാറിങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പോയില്ല. താൻ പൊയ്ക്കോ നന്ദിനി. നല്ല കുടുംബമുള്ളവര് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങണം. അല്ലാത്തവരാ ഇതുപോലെ തെരുവിലോ തിണ്ടയിലോ ഒക്കെ പോയി കിടക്കുക. നല്ല ചൂടാണല്ലേ? അതല്ലേ സാറിനോട് പൊയ്ക്കോളാൻ പറഞ്ഞത്. സാറിന് അവിടെ ചെന്ന് AC കിടക്കാലോ. AC ഒന്നും വേണ്ട. ശരീരം വിയർക്കുന്നതിനല്ലേ AC കൊണ്ട് കാര്യമുള്ളൂ. മനസ്സ് വിയർക്കുന്നതിന്
അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഏയ്യാ. സർ, ഞാൻ പോയി കിടന്നേ. ഞാനിവിടെ സേഫാ. ചെല്ലു നന്ദനെ. കണ്ടോ കൂടെ ഇരുന്ന് വീശിക്കൊടുക്കുന്നേ. എന്നിട്ടിപ്പൊ നിങ്ങളുടെ ചേച്ചി പറയും ഞങ്ങള് തമ്മിൽ ഒന്നുമില്ലാന്ന്. കട്ട പ്രേമ രണ്ടും കൂടി.